ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കിഡിലൻ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ എന്തായാലും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ വെച്ചിട്ട് ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം സൂപ്പറാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാങ്ങ സീസൺ അല്ലേ ഇപ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും വെക്കേഷനൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിതുപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാം. സംഭവം സൂപ്പറാണ്. സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. വായന എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വരും. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മാങ്ങ കൊണ്ടുണ്ടാക്കിയ വെറൈറ്റി ഐറ്റം എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ടൊരുവിധം മൂത്ത മാങ്ങയാണ്, പഴുത്തിട്ടില്ല, മൂത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് ആ മാങ്ങ കഴുകി ഞാൻ ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ചെത്തി വന്നിട്ടുണ്ട്. മുഴുവനായിട്ടിട്ടില്ല കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ ചെത്തണമെന്ന് ഒരു നിർബന്ധമില്ല, ഇത് കട്ടി കുറച്ച് കൂടിയിട്ടുള്ള തൊലി കേട്ടോ. അത് കാരണം ഞാൻ ഒന്ന് ചെത്തി ജസ്റ്റ് ഒന്ന് കളഞ്ഞത്. തൊലി ഉണ്ടെങ്കിലാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. അപ്പോൾ അത് ആ മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേ കുറച്ച് ഈന്തപ്പഴം കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരിഞ്ഞ് വെച്ച മാങ്ങ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുവിധം മധുരവും പുളിയുമുള്ള മാങ്ങയാണ് കേട്ടോ. അതേ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൊറുക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈന്തപ്പഴം ഒന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഈന്തപ്പഴമൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മാങ്ങയിലേക്ക് നമുക്ക് ഈന്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. കൈയോടെ തന്നെ പിഴിഞ്ഞെടുക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നന്നായിട്ട് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. പുതിയ പുളിയായ കാരണം തന്നെ പെട്ടെന്ന് കുതിർന്നങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതാ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് ഈ ചണ്ടി മാറ്റിയെടുക്കാം കേട്ടോ. അതാ ഈ പിഴിഞ്ഞ് വെച്ച പുളി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ഇത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം എരിവൊന്നും വലിയ കളർ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പാത്രം നമുക്ക് അടയ്ക്കാം. അടക്കിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അടച്ച് വയ്ക്കണം പാത്രം വേണമെന്ന് പറഞ്ഞത് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമുക്ക് മിക്സ് ആവണം വിധത്തിൽ നമുക്ക് നന്നായി തന്നെ കുലുക്കിയെടുക്കണം. അപ്പോൾ അതാ കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണാട്ടാ. അപ്പോൾ അതാ മാങ്ങ ഞാൻ പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊതി വരും. വേഗം ഒരു മാങ്ങ പൊട്ടിച്ച് വേഗം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. നമുക്കൊരു മാങ്ങ കഴിച്ചു നോക്കാം. എനിക്ക് വായിൽ നിന്ന് വെള്ളം വന്നിട്ട് വയ്യ. ഞാൻ അപ്പോൾ ഒരു മാങ്ങ എടുത്ത് കഴിക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. അതിൻ്റെ ഒന്നും പറയാനില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടെ. ഏതായാലും അടിപൊളിയാണ്. മാങ്ങ സീസൺ കഴിയുമ്പോഴേക്കും വേഗം ഉണ്ടാക്കി നോക്കിക്കോ. സൂപ്പറായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ വേഗം അത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ എല്ലാവരും വേഗം മാങ്ങ എടുത്തിട്ട് വേഗം പോയി ഉണ്ടാക്കിക്കോട്ടാ. എൻ്റെ വീഡിയോ അതിൻ്റെ ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.